വയനാട്ടിലും വി ഡി സതീശനായി ഫ്ലെക്സ് ബോർഡുകൾ ജനമനസ്സറിഞ്ഞ നായകന് അഭിവാദ്യങ്ങൾ എന്നാണ് ഫ്ലെക്സ് ബോർഡിലുള്ളത്. നായ്ക്കട്ടിയിലെ ദേശീയപാതയ്ക്ക് സമീപമാണ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഫൈസൽ നെടുമ്പാല വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. ഫൈസൽ, എന്തൊക്കെയാണ് ഈ ഫ്ലെക്സ് ബോർഡിലുള്ള വിശദാംശങ്ങൾ? നേരത്തെ വലിയ രീതിയിലുള്ള വിലക്കുകൾ ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾക്കും പരസ്യ പ്രകടനങ്ങൾക്കുമൊക്കെ KPCC നേതൃത്വമായാലും വി ഡി സതീശനായാലും ഫേസ്ബുക്കിലൂടെ അത്തരത്തിലുള്ള അഭ്യർത്ഥനകളൊക്കെ ഉണ്ട്. ഈ നായ്ക്കട്ടിയിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡിലെ വിശദാംശങ്ങൾ എന്താണ്? മിനിഷ, വി ഡി സതീശനായി പ്രവർത്തകർ തെരുവിലിറങ്ങുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. KPCCയുടെ വിലക്കിനെ ലംഘിച്ചും ഇപ്പോൾ വയനാട് ബത്തേരിക്ക് സമീപം നായ്ക്കട്ടിയിലാണ് ഇപ്പോൾ ഫ്ലെക്സ് ഉയർന്നിരിക്കുന്നത്. ജനമനസ്സറിഞ്ഞ ജനനായകന് അഭിവാദ്യങ്ങൾ എന്നാണ് ഈ ഫ്ലെക്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇത് ആരുടെ പേരിലാണ് അല്ലെങ്കിൽ ആരാണ് ഈ ഫ്ലെക്സ് സ്ഥാപിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഫ്ലെക്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. വി ഡി സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് മാത്രമാണ് ഈ ദേശീയ പാതയോരത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മേപ്പാടി പഞ്ചായത്തിലെ പള്ളിക്കവല എന്ന് പറയുന്ന ഒരു പ്രദേശത്തും സമാനമായ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ഫ്ലെക്സ് വെച്ചിരുന്നു. ഇത് രണ്ടാമത്തെ സ്ഥലത്താണ് ഇപ്പോൾ വി ഡി സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് ഉയർന്നിരിക്കുന്നത്. കൂടുതലും ഇനി മറ്റു പ്രദേശങ്ങളിൽ കൂടി ഇത്തരത്തിൽ പ്രകടനങ്ങളോ അല്ലെങ്കിൽ ഫ്ലെക്സുകളും ഉണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെയും പരസ്യമായിക്കൊണ്ട് കൽപ്പറ്റ ടൗണിൽ പ്രതിഷേധ പ്രകടനത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിനീഷ.